എൻ്റെ പേര് യൂസഫ്, കണ്ണൂരാണ് സ്ഥലം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം അടുത്തതിലേക്ക് ചോദിക്കാം. ഇപ്പോൾ ഫൈസൽ മൗലവി മറുപടി പറഞ്ഞ ഒന്ന് രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി കേട്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടത് പറയാൻ ചോദിക്കുകയാണ്. ആ റജുലിൻ്റെ സംഭവം, ആ ഹദീസ് ബിസ്നാദിൻ സ്വഹീഹിൻ എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് ലൈഫാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അതിൻ്റെ ലൈഫൊന്ന് വിവരിക്കാമോ? സംഭവം അല്പം ഒന്ന് ചുരുക്കി പറയാം. താങ്കൾക്കും എനിക്കും ആ വിഷയം അറിയുമെങ്കിലും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. പ്രവാചക ഖബറിങ്കൽ ഒരാൾ വന്നുകൊണ്ട് നബിയെ താങ്കൾ മഴയ്ക്ക് വേണ്ടി തേടണം, താങ്കളെ ഉമ്മത്ത് നശിക്കാൻ പോവുകയാകുന്നു എന്നു പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ബാക്കി അദ്ദേഹത്തെ സ്വപ്നം കണ്ടതും ഉമർ ഖത്താമിലേക്ക് പോയതും ഒക്കെ ആയ സംഭവങ്ങളാണ് പിന്നെ വിവരിക്കുന്നത്. ഈ സംഭവം സ്വഹീഹ് അല്ല, ലഈഫാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ യൂസുഫ് മുസ്ലിയാരുടെ സംശയം, അത് ബി ഇസ്നാദിൻ സ്വഹീഹിൻ എന്നാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞത്, പിന്നെ എങ്ങനെ ലഈഫാകുന്നതാണ്? ബി ഇസ്നാദിൻ സ്വഹീഹിൻ എന്ന് നിരുപാധികം മുത്തലഖായി ഒരാളും പ്രയോഗിച്ചിട്ടില്ല, ഒരു സ്ഥലത്തുമില്ല. ഒന്ന് ഇബ്നു അബീ ഷൈബയാണ് അത് റിപ്പോർട്ട് ചെയ്തത്, ഇമാം ബൈഹഖിയാണ് മറ്റൊന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് എടുത്തുദ്ധരിച്ചത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായത്ത് വന്നിഹായിൽ 7-ാം വാള്യത്തിലാണ്, ഫത്ഹുൽ ബാരിയിൽ 3-ാം വാള്യത്തിലാണ്. പിന്നീട് അതിൽ നിന്നാണ് പിന്നീട് ശേഷക്കാരായ പലരും ഉദ്ധരിച്ചത്. അവിടെയൊന്നും ബി ഇസ്നാദിൻ സ്വഹീഹിൻ എന്ന് നിരുപാധികമായി പറഞ്ഞിട്ടില്ല. ഉദാഹരണമായി ഫത്ഹുൽ ബാരിയിൽ 3-ാം വാള്യം ബാബുൽ ഇസ്തിസ്ഖാ, കിതാബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന അധ്യായത്തിൽ ബാബു സുആലിൻ നാസ് അൽ ഇമാം അൽ ഇസ്തിസ്ഖാ ഇദാ ഖുഹിതു എന്ന അധ്യായത്തിലാണ് ഈ സംഭവം, അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഈ സംഭവം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം റവ ഇബ്നു അബീ ഷൈബ ബി ഇസ്നാദിൻ സ്വഹീഹിൻ മിൻ അബൂ സ്വാലിഹ് സമ്മാൻ അൻ മാലിക് ദാർ വകാന ഖാസിൻ ഉമർ എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിരുപാധികമായിട്ടല്ല പറഞ്ഞത്. നേരെ മറിച്ച് ബി ഇസ്നാദിൻ സ്വഹീഹിൻ അൻ അബീ സ്വാലിഹ് മിൻ അബീ സ്വാലിഹ് സമ്മാൻ, അബൂ സ്വാലിഹ് സമ്മാൻ എന്ന് അവിടുന്ന് ഇങ്ങോട്ടാണ് ഇസ്നാദുൻ സ്വഹീഹ് പറഞ്ഞത്, അതിന് അപ്പുറത്തതിനെ കുറിച്ചല്ല. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇസ്നാദുഹു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ മതി. ഇസ്നാദുഹു സ്വഹീഹുൻ അല്ലെങ്കിൽ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ ഹാദി റിവായത്തുൻ സ്വഹീഹത്തുൻ എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ സനദിൻ്റെ ഒരു ഭാഗം പറഞ്ഞ് ഇവിടെ മുതൽ സ്വഹീഹായ പരമ്പരയിൽ എന്ന് പ്രയോഗിച്ചാൽ തന്നെ അതിനപ്പുറമുള്ളതിന് ഈ ഹുക്മ ബാധകമല്ല എന്നാണ് അതിനർത്ഥം. രണ്ടാമത് ഇസ്നാദിൻ സ്വഹീഹിൻ എന്ന് പറയുന്നതും സ്വഹീഹുൻ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് എന്ന് താങ്കൾക്കറിയാമല്ലോ. ഒരു സംഭവത്തെക്കുറിച്ച് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് ചിലപ്പോൾ പണ്ഡിതന്മാർ പ്രയോഗിക്കും, മറ്റു ചിലപ്പോൾ ഇസ്നാദുഹു സ്വഹീഹുൻ എന്ന് പ്രയോഗിക്കും. ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഹദീസ് സ്വഹീഹാകുന്നു, ഇസ്നാദുഹു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പര സ്വഹീഹാകുന്നു. അപ്പോൾ അങ്ങനെ പണ്ഡിതന്മാർ എന്തിനാണ് രണ്ട് രൂപത്തിൽ പ്രയോഗിക്കുന്നത്? തദ്രീബുർ റാവിയിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത്തരം പ്രയോഗത്തിൻ്റെ സൂചന ഇസ്നാദുൻ സ്വഹീഹുൻ എന്ന് പറയും, ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ. കാരണം ആ പരമ്പര സ്വഹീഹായതുകൊണ്ട് മാത്രം ആ കാര്യം സ്വഹീഹാവണമെന്നില്ല എന്നതിലേക്കുള്ള സൂചനയാണ് ഈ പ്രയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഭാഷ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാര്യം സംഭവിച്ചു, ഒരാൾ വന്ന് നമ്മോട് പറഞ്ഞു, അപ്പം നമ്മൾ പറയുകയാണ് ആ കാര്യം സംഭവിച്ചു എന്നുള്ളത് വിശ്വാസയോഗ്യമായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുകൊണ്ട് ആ കാര്യം ശരിയാകണമെന്നുണ്ടോ? ഇല്ല. ആ കാര്യം ശരിയായ കാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു എന്നത് ശരിയാണ്, അത്രേ അർത്ഥമുള്ളൂ. അതാണ് ഇസ്നാദുഹു സ്വഹീഹുൻ. അത് ഒരിക്കലും എവിടെയും ഈ റിവായത്ത് സ്വഹീഹാകുന്നു, ഈ സംഭവം സ്വഹീഹാകുന്നു എന്ന് ഒരു പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്തിയവരൊക്കെ പറഞ്ഞത് ഒന്നുകിൽ സനദിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് സ്വഹീഹാണ് എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ്, അല്ലെങ്കിൽ പരമ്പര സ്വഹീഹാണ് എന്ന പ്രയോഗമാണ്, മൊത്തം സംഭവം സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ട്, ഇത് ഹദീസല്ല, നബിയിലേക്ക് ചേർത്ത കാര്യമല്ല, നബിതങ്ങളുടെ വാക്കല്ല, നബിതങ്ങൾ പറഞ്ഞതല്ല, നബിതങ്ങൾ ചെയ്തതല്ല, ഉമർ ഖത്താബിൻ്റെ കാലത്ത് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു സംഭവം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ സ്വഹീഹായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാൽ നിരുപാധികം മുത്തലഖായി സ്വഹീഹാണ് എന്ന് അതേക്കുറിച്ചിട്ട് പ്രയോഗിച്ചിട്ടുമില്ല. അല്ലാഹു അഅലം. പിന്നെ വന്ന വ്യക്തിയുടെ വിശ്വാസം എന്താണെന്ന് നമുക്കറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലുള്ളത്. ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം.
അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആ വന്ന് ചോദിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്, മുസ്ലിമാണ്. അപ്പോൾ വിശ്വാസം അറിയില്ല എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത് ശരിയല്ല. ഒന്ന്, പിന്നെ ഞാൻ അപമായിട്ട് വീണ്ടും പറയുന്നത്, എൻ്റെ ചോദ്യം ഇതല്ല, ജിന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിന് ചോദിക്കാനുള്ള അവസരം തരണേ. അവസരം ഇല്ല എന്നിട്ട് അവസരം നിഷേധിക്കരുത്. ഇത് വിഷയം കേട്ടതുകൊണ്ട് പറയാമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇസ്നാദ് അബൂ സാലിഹ് വരെ സഹിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതിൻ്റെ സനദൊന്ന് ഞാൻ പറയാം, അതിൽ ആരാണ് ലൊഴഫുള്ളതെന്ന് പറഞ്ഞിരണം. ഹദ്ദസന ഇബ്നു അബി ശൈബയുടെ റിപ്പോർട്ടാണ്. ഹദ്ദസന അബൂ മുആവിയ അനിൽ അഅ്മശ് അൻ അബി സ്വാലിഹിൻ അം മാലിക്കിദ്ദാർ. അപ്പോൾ അബൂ സാലിഹിന് ശേഷമുള്ളത് മാലിക്കിദ്ദാർ റളിയല്ലാഹു അൻഹു. മാലിക്കിദ്ദാർ ആണെങ്കിലോ കാന ഖാസിന ഉമർ റളിയല്ലാഹുവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ്. ഒരു തമ്മാടിയെ കൊണ്ട് ഉമർ റളിയല്ലാഹു എന്തായാലും എന്താക്കൂല, ഖജനാവ് സൂക്ഷിപ്പുകാരനാക്കൂല. അപ്പോൾ അതിൽ ആരാണ് ബലഹീനൻ ഒന്ന് വിശദീകരിച്ചാലും. അവിടെ രണ്ട് വ്യക്തികൾക്കും പ്രശ്നമുണ്ട്. ഒന്ന് അഴ്മഷ് മുദല്ലിസാണ്. ഹദീസിൻ്റെ പരമ്പരകളിൽ മറച്ചു വെച്ച് ഉദ്ധരിക്കുന്നതാണ് അഴ്മഷ്. അതുകൊണ്ട് താങ്കൾക്കറിയാം മുദല്ലിസിൻ്റെ അനഅനത്ത് സ്വീകാര്യമല്ല. ഇവിടെ അനിൽ അഴ്മഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ ഖാസിന് ഉമർ എന്ന് പറയുന്ന മാലിക്കുദ്ദാർ ഹദീസിൽ സ്വീകാര്യനല്ല. ഖജനാവ് സൂക്ഷിക്കാൻ പറ്റും, ഖജനാവ് സൂക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ഹദീസിൽ റാവിയുമായിട്ട് സ്വീകരിക്കപ്പെടണം എന്നില്ല. അദ്ദേഹം മജ്ഹൂലാണ്, ആ നിലയ്ക്ക് അതും സ്വീകാര്യമല്ല. അതുകൊണ്ട് ഇത് സംഭവം സ്വഹീഹല്ല. ഇനി സ്വഹീഹ് ആയാലും നിങ്ങൾക്ക് കാര്യവുമില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞതല്ല, സ്വഹാബിയല്ല. പിന്നെ റജുലിൻ്റെ വിശ്വാസം മനസ്സിലായി എങ്ങനെ? യാ റസൂലുള്ളാഹ് വിളിച്ചൊക്കെ അത് വിശ്വസിച്ചോളന്നില്ലല്ലോ. യാ റസൂലുള്ളാഹ് വിളിക്കുന്ന എല്ലാവർക്കും ആ വിശ്വാസം ശരിയാവണം എന്നുണ്ടോ? ഇല്ല. മുനാഫിക്കുകൾ വന്നാൽ നബിയോട് പറയും നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്. എന്താ അല്ലാഹ് പറഞ്ഞത്? ഒരു കളവ് പറയാൻ നബിയെ അല്ല സാക്ഷ്യം വഹിക്കുന്നു. അപ്പം അത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയല്ല, അങ്ങനെ ഒരാളോട് വന്നതന്നെ സത്യത്തിൽ ആരാന്ന് അറിയില്ല. ജാ റജുലുൻ, ഒരാൾ വന്നു എന്നതിലുള്ളത്. ഒരാൾ വന്ന് ഖബറിങ്ങനെ പറഞ്ഞു പോയി. അതുകൊണ്ട് ആ കാര്യം നമുക്ക് അഖീദയായി വിശ്വാസമായി പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ലല്ലോ. നേരെ മറിച്ച് അല്ലാഹ് പഠിപ്പിച്ചു, റസൂല് പഠിപ്പിച്ചു, അതല്ലേ വിശ്വാസം. ഒരു കാര്യം വിശ്വാസമായി സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, റസൂല് പഠിപ്പിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ അശ്അരി വീക്ഷണപ്രകാരം അത് മുതവാത്തിറാവുകയും വേണം. ഒരാളോ രണ്ടാളോ മൂന്നാളോ അഞ്ചാളോ പറഞ്ഞാൽ സ്വീകാര്യമല്ല. മുതവാത്തിറായി പരമ്പരയായി വലിയ സംഘം കൈമാറി പോകുന്ന ഹദീസാണെങ്കിൽ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റുള്ളൂ എന്നാണല്ലോ അശ്അരിയത്ത്. അപ്പം നിങ്ങൾക്ക് ഏതായാലും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രമാണമായി സ്വീകരിക്കാവുന്നതല്ല. നബിയിലേക്ക് ചേർത്തിയിട്ടില്ല, നബി തങ്ങൾ ചെയ്തതല്ല, ഒരു സ്വഹാബിയുടെ പ്രവൃത്തിയും അല്ല. അതുകൊണ്ട് നമുക്കത് സ്വീകാര്യമല്ല. ഇനി ഒരാളങ്ങനെ വന്നോടെ പറഞ്ഞു വിചാരിക്കുക, എന്നാൽ പോലും ഇസ്ലാമിൽ അതല്ലല്ലോ നമുക്ക് പ്രമാണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ സംഘാടകർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു കളക്ഷൻ ബോക്സ് ആയിട്ട് നിങ്ങളടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി ആളുകൾ തങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല രൂപത്തിലുള്ള സംഭാവനകൾ അതിന് നൽകണമെന്ന് അറിയിക്കുകയാണ്. ഇനി കാശായിട്ട് കയ്യിലില്ലാത്ത ആളുകൾക്കവിടെ അതിൻ്റെ കൂടെ തന്നെ QR കോഡ് ഉണ്ട്. ആ വഴിയിലൂടെയും ഈ ഒരു പരിപാടിക്ക് ഇവിടെ കുറേ ചെലവുകൾ ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൊടുത്ത് ആ ഒരു ചെലവ് അതിലൂടെ തന്നെ കഴിഞ്ഞു പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖജനാവ് സൂക്ഷിപ്പുകാരനായി നിയമിക്കപ്പെട്ട ഒരു മഹാൻ, പക്ഷേ ഹദീസിൽ മുജാഹിദിന് സ്വീകാര്യമല്ല അല്ലേ? അത് ആരാ പറഞ്ഞെന്നുള്ളതും കൂടി ഒന്ന് പറയണം. പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ അത് സ്വഹാബിയുടെ വാക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, സ്വഹാബിയുടെ പ്രവർത്തനമല്ല. സ്വഹാബികളുടെ നേതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിനോടാന്ന് വന്ന് പറയുന്നത്, നബിയെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞിട്ടുണ്ട്. അത് സ്വപ്നത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നീ ഉമറിനോട് പോയി വിവരങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫഅഖ്ബറ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിവരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അംഗീകാരം അതിന് കിട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ അഅ്മശ് മുദല്ലിസാണ്, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണമെങ്കിൽ നിങ്ങളിപ്പോൾ മർക്കസുദ്ദാവക്കാരെ ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളുന്നുണ്ടല്ലോ. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസിൽ കാണാം. ഉദാഹരണത്തിന് 1-2 ഹദീസിൽ
ഒന്ന് സാമ്പിളിന് വേണ്ടി പറയാം. ബാബുൻ അൽ അസ്വലാദ് ഫി മസ്ജിദ് സൂഖി, ടൗണിൽ വെച്ചുള്ള പള്ളിയിലുള്ള നിസ്കാരത്തിൻ്റെ പവിത്രത എന്ന് പറയുന്ന ബാബിൽ ഹദീസ് പറയുന്നത് ഇതേ റാവികളാണ്. ഹദ്ദസന അബൂ മുആവിയ അനിൽ അഅ്മശ് അൻ അബി സ്വാലിഹിൻ. ഇതേ റിപ്പോർട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പല സ്ഥലങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസും ദുർബലമാണെന്ന് നിങ്ങൾ പറയുമോ? അതൊരിക്കലും ദുർബലമെന്ന് പറയില്ല. ഇമാം ബുഖാരി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ അനത്തിന് പ്രശ്നമില്ല എന്നതിനർത്ഥം. ഒരു മുദല്ലിസായ മനുഷ്യൻ അൻ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചാൽ മാത്രം സ്വീകാര്യമല്ല. മറ്റൊരു പരമ്പരയിൽ വ്യക്തമായി ഞാൻ കേട്ടു, എന്നോട് പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞായി സ്ഥിരപ്പെട്ടു വരണം. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നത് മാത്രമേ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച അബൂ സാലിഹ് അടക്കമുള്ള അതേപോലെ അഴ്മഷ് അടക്കമുള്ള പല റാവിമാരുടെയും അനത്തുകൾ സ്വീകാര്യമായത്. സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി ഒരു മുദല്ലിസിൻ്റെ അനത്ത് കൊണ്ടുവന്നാൽ പോലും ആ സംഭവം മറ്റൊരു പരമ്പരയിൽ എനിക്ക് അനത്തല്ലാതെ നേർക്ക് നേരെ സമാജ് സ്ഥിരപ്പെട്ട് കൊണ്ട് വന്നിട്ടുണ്ട് എന്നതിനർത്ഥം. അതുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതുകൂടി ആ പ്രശ്നം തീർന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. അതാ പണ്ഡിതന്മാർ പറഞ്ഞു ഫഖദ് ജാവസൽ ഖൻതറ എന്ന പ്രയോഗം. ഇമാം ബുഖാരി സ്വഹീഹ് ഉദ്ധരിച്ചു എന്ന് വന്നാൽ ഫഖദ് ജാവസൽ ഖൻതറ, അത് പാലം കടന്നു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു ഇതിനുണ്ടെങ്കിൽ പറഞ്ഞോളി. ഇതേ റിപ്പോർട്ട് ഇമാം ബുഖാരി അനത്തെടുത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇതേ സംഭവം ഇതേ പരമ്പര അനത്തിട്ട് കൊണ്ട് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. ഇമാം മുസ്ലിം കൊണ്ടുവന്നിട്ടില്ല. ഇമാം തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, അഹ്മദ് ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. ഇബ്നു അബീ ഷൈബയാണ് ഒന്ന് ഉദ്ധരിച്ചത്. അതുകൊണ്ട് മാത്രം പറ്റില്ല എന്നല്ല, പക്ഷെ അതിൽ സനദിൽ പ്രശ്നങ്ങളുണ്ട്. അതാ മാലിക് ദാർ. അപ്പോൾ ചോദ്യം, മാലിക് ദാർ ഇമാം ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഖാസിൻ ഉമർ അല്ലേ, ഖജനാവ് സൂക്ഷിപ്പുകാരനല്ലേ? ആണ്. ഉമർ ഖത്താബിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി എന്നുള്ളത് ഹദീസ് അദാലത്തിൻ്റെ ഒരു ഭാഗമാണോ? അല്ലല്ലോ. ലാ ഐരിഫുഹു എന്ന് പറഞ്ഞത് ഇമാം ഹൈസമിയാണ്, നൂറുദ്ദീൻ ഹൈസമിയാണ്. ഇബ്നു അബീ ഹാത്തിം അദ്ദേഹത്തെക്കുറിച്ച് ആ നിലക്കുള്ള ജർഹ് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും പറഞ്ഞതാണ്, ഞങ്ങൾ മുജാഹിദീങ്ങൾ കണ്ടിട്ട് ചോദിച്ചല്ല. ഉസൂൽ ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ ചർച്ചയുള്ള ഭാഗം തന്നെയാണ്. നീ ഇതൊക്കെ ഇല്ലെന്ന് വിചാരിക്കുക, ഇതൊക്കെ ഒഴിവാക്കി ഇത് സ്വഹിയാന്ന് വിചാരിക്കുക. എന്നാലെന്താ? നബി തങ്ങളെ പഠിപ്പിച്ചതല്ല, സ്വഹാബയുടെ രീതിയല്ല. പിന്നെ ഉമർ ഖത്താബ് എടുത്ത് വന്ന് പറഞ്ഞില്ലേ, ഉമർ ഖത്താബ് എടുത്ത് വന്ന് ഞാൻ ഖബറിങ്ങ പോയി ഞാൻ ഇങ്ങനെ തേടി എന്ന് പറഞ്ഞു എന്നുണ്ടോ? അതെവിടില്ല, അത് റിപ്പോർട്ടിലില്ല. ഒരു റിപ്പോർട്ടിലും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ നബിൻ്റെ ഖബറിങ്ങ പോയിട്ടാണ് വരുന്നത്, ഞാൻ നബിയുടെ ഇസ്തസ്കി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞു എന്നുണ്ടോ? എവിടെയുമില്ല. ഒരു റിപ്പോർട്ടിലും അങ്ങനെ വന്നിട്ടില്ല. ഇത് സ്വഹാബിയാണ് എന്നുണ്ടോ? അതും വന്നിട്ടില്ല. ഒരു സ്വഹാബി നബിയുടെ ഖബറിങ്ങ പോയി ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടോ? അതും വന്നിട്ടില്ല. അതൊക്കെ പിന്നെ ബാക്കി ഉസ്താദന്മാരുടെ ഭാഗം അതിലേക്കാണ്ട് കട്ട് പേസ്റ്റ് ചെയ്ത് അവരെ കുറച്ച് ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന വിഷയങ്ങളാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. അപ്പം ഞങ്ങളെ ഭാഗ ഒരു ഹദീസും ഞങ്ങളാരും നഖദ് പറയാറില്ല, ഞങ്ങളാരും മുഹദ്ദിസീങ്ങളല്ല, ഹദീസ് നിദാന പണ്ഡിതന്മാരല്ല. അതുകൊണ്ട് ഞങ്ങളാരും ഹദീസ് സ്വഹിയാണെന്നോ സ്വഹി അല്ലെന്നോ പറയാൻ ആളുകളല്ല, നമ്മളത് പറയാറുമില്ല. മുൻഗാമികൾ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞ ഹുക്കുമുകൾ, വിധികൾ അത് വായിക്കുക, പഠിക്കുക, ആ കിതാബിലേക്ക് മടങ്ങുക എന്നല്ലാതെ ഞങ്ങളെ വക ഒരു സംഗതിയെപ്പറ്റിയും പറയാറില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു മുദല്ലിസായ റാവിമാർ സ്വഹീഹ് ബുഖാരി, ഇമാം ബുഖാരി റാവിമാരിൽ ഉണ്ട്. പക്ഷേ അവർ മുദല്ലിസാണ് എന്ന് അറിഞ്ഞിട്ടും അവരുടെ റിവായത്ത് ഇമാം ബുഖാരി കൊടുത്തത് ആ മുദല്ലിസിൽ നിന്ന് നേർക്ക് നേരെ സ്ഥിരപ്പെട്ട് വന്നതുകൊണ്ടാണ്. മുദല്ലിസ് സ്ഥിരപ്പെട്ട് വന്നാലോ അത് അംഗീകരിക്കപ്പെട്ടും ചെയ്യും. ഇനി മുദല്ലിസുമാർ എല്ലാവരും ഒരേ ഹുക്കുമാണോ? അല്ല. ഇമാം അസ്ഖലാനി മുദല്ലിസന്മാരെ കുറിച്ച് മാത്രം തബഖാത്തുൽ മുദല്ലിസീൻ കിതാബ് എഴുതി 5 തരം തബക്കകളാക്കി മുദല്ലിസുമാരെ 5-6 തബക്കകളാക്കി അവർ പരിചയപ്പെടുത്തി. അത് എല്ലാവരും ഒരേ ഹുക്കുമല്ലതാനും. ഏതായാലും ഒരു മുദല്ലിസിൽ നിന്ന് റിവായത്ത് വരുമ്പോൾ അദ്ദേഹം കേട്ടു, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കിട്ടണം. അങ്ങനെ കിട്ടിയത് മാത്രമേ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു മുദല്ലിസിന് റിവായത്ത് വന്നാലും അനത്തിട്ട് പറഞ്ഞാലും അത് സ്വീകാര്യമാണ് എന്നാണ് മുസ്ലിം ലോകം ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളെ വക പറഞ്ഞതല്ല. അതെ, ആ അനിൽ അഅ്മശ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ലേ, ഹദ്ദസന അബൂ മുആവിയ അനിൽ അഅ്മശ് അൻ അബി സ്വാലിഹിൻ എന്ന് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൻ അൽ അസ്വലാത്ത് ഫി മസ്ജിദ് സൂഖി എന്ന ആ ഹെഡിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹദീസ്. ഇതേ പരമ്പര അഅ്മശ് റളിയല്ലാഹു അൻഹു അബൂ സാലിഹിൽ നിന്ന് അനത്തിട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സമാഅ് ഉണ്ട് എന്നുള്ള സ്ഥിരപ്പെട്ടല്ലോ. അതെ, സ്ഥിരപ്പെട്ടു. അപ്പോൾ ഈ ഹദീസിനും സ്ഥിരപ്പെട്ട് ഇല്ല. എങ്ങനെയാ? അതാ പ്രശ്നം. അതങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങളപ്പോൾ ഫോൺ നോക്കിയിരുന്നു.
ഇമാം ബുഖാരി ഇതേ സ്ഥലത്തിൽ വേറെ സംഭവം കൊണ്ടുവന്നു. അതെവിടെയാണ് ആ ഹദീസ് അങ്ങനെ കൊണ്ടുവന്നു എന്ന് പറയുമോ? ഫത്തുൽ ബാരിയുണ്ട് അവിടെ തന്നെ. ഫത്തുൽ ബാരിയിൽ നിങ്ങൾ ആ പറഞ്ഞ റിവായത്തിന്റെ ശർഹ് വായിച്ചു നോക്കി. അല്ല, ഒന്ന് പറയുമെന്നല്ലേ, ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് വായിച്ചെങ്കിൽ നന്നായിരുന്നു. പറയുന്നില്ലല്ലോ. ഫത്തുൽ ബാരി ഇമാം അസ്കാരി 2 സ്ഥലത്ത് പറഞ്ഞു. ഒന്ന് മുഖദ്ദിമയിൽ ഫത്തുൽ ബാരിയുടെ 1-ാം വാള്യം ഹദിയുസാരിയിൽ ഇമാം ബുഖാരിയുടെ റാവിമാരിൽ വന്ന മുദല്ലിസുമാർ, അവിടുന്ന് അനഅനത്തായി ഇമാം ബുഖാരി ഉദ്ധരിച്ച റിവായത്തുകൾ ഏതൊക്കെയാണ് ഓരോന്ന് അക്കമിട്ട് ഇമാം അസ്കാരി പറഞ്ഞു. എന്തുകൊണ്ട് ഇമാം ബുഖാരി ഇത് കൊടുത്തു? അത് മറ്റൊരു വഴിയിൽ ഇമാം ബുഖാരിക്ക് അനഅനത്തില്ലാതെ സ്ഥിരപ്പെട്ട വഴിയിൽ തന്നെ വേറെ കിട്ടിയിട്ടുണ്ട്. അത് ഇതാ ഇമാം ബുഖാരി ഇന്ന കിതാബിലുണ്ട്, ഇന്ന സനദിലുണ്ട്, ഇന്നയിടത്തുണ്ട് എന്ന് എണ്ണ കൊണ്ട് അക്കമിട്ട് ഇമാം അസ്കാരി റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട് മുഖദ്ദിമയിൽ. രണ്ടാമത് ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് കിതാബു സലാത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചിടത്തും ഫത്തുൽ ബാരി 2-ാം വാള്യമായിരിക്കാനാണ് സാധ്യത. 2-ാം വാള്യത്തിൽ ഇമാം അസ്കാരി റഹിമഹുല്ലാ ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അനഅനത്ത് പ്രശ്നമല്ല, ഈ മുദല്ലിസിന് തദ്രീസ് ഇവിടെ പ്രശ്നമല്ല, ഇത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഇവിടെ കൊടുത്തത്. അപ്പം അങ്ങനെ ഇമാം ബുഖാരി കൊടുക്കും, അത് സ്വീകാര്യവുമാണ്. എന്നാൽ ഈ പറഞ്ഞ ജാഅ റജുൽ എന്ന കാര്യം ഇതേ അനഅനത്തും ഇതേ അബൂ സ്വാലിഹും അഴ്മസും ഒക്കെ ഉണ്ടായിട്ടും ഇമാം ബുഖാരി കൊടുത്തതുമില്ല. അപ്പം എന്താ കൊടുക്കാത്തത്? അത് കൊടുക്കാൻ പറ്റിയതല്ല. ഇമാം മുസ്ലിം കൊടുത്തില്ല, കൊടുക്കാൻ പറ്റിയതല്ല. അതുകൊണ്ട് അവരാരും കൊടുത്തില്ല. മറ്റത് കൊടുത്തു, ഇത് കൊടുത്തില്ല. ഒരേ പരമ്പര വന്നിട്ടും അപ്പോൾ ഒന്ന് ഈ പരമ്പരയല്ല അടിസ്ഥാന അവലംബം അല്ലാത്തൊരു പരമ്പരയാണ്. ഈ അനഅനത്തല്ല അടിസ്ഥാന അവലംബം മറ്റൊരു സമാജസ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഇതിലോ അങ്ങനെ ഒന്നുമില്ലതാനും. അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ കേട്ടാ വിചാരിക്കും ബുഖാരി മുസ്ലിമിൽ വന്ന എല്ലാ റാവിമാരെയും മുജാഹിദ് അംഗീകരിക്കുന്നുണ്ട്. എല്ലാം അംഗീകരിക്കില്ലേ? എന്നാൽ ഇന്നലില്ലാഹി മലായികത്തും ഫിൽ അർളി സയ്യാഹീന യക്തുബൂന, പിന്നെ ഇന്നലില്ലാഹി മലായികത്തും ഫിൽ അർളി സിവൽ ഹഫ്ളത്ത് യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖി ഷജർ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരുപാട് മലക്കുകളുണ്ട്. മരത്തിൻ്റെ ഇലകൾ പൊയിഞ്ഞ് വീകുന്നത് അവരെ എഴുതി വെക്കുകയാണ് അവരുടെ ജോലി. അതുകൊണ്ട് അതുകൊണ്ട് വിജനമായ സ്ഥലത്ത് നിങ്ങൾ വല്ലവരും എത്തിപ്പെട്ടാൽ ഫലിയുനാദി, നിങ്ങൾ ആരും നിങ്ങളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലാത്ത സ്ഥലത്ത് അവന് വിളിച്ചു പറയട്ടെ, യാ ഇബാദുല്ലാഹി അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. കാരണം അവിടെ എന്തുണ്ട്? മലക്കുകളുണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഈ ഹദീസിൻ്റെ പരമ്പരയിൽ വന്നത് മുഴുവനും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പരമ്പരയിലുള്ള മഹാന്മാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ ഹദീസ് സ്വീകരിക്കുന്നില്ല? സഹോദരൻ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, അപ്പോഴും നിങ്ങൾ ഫോൺ നോക്കിയിരുന്നു, നിങ്ങൾ മറുപടി ശ്രദ്ധിച്ചിട്ടില്ല. അതാ പറയുക, ഇമാം ബുഖാരി ഒരു റാവിന് ഹദീസ് ഉദ്ധരിച്ചു. ആ റാവിന് ഇമാം ബുഖാരി ഉദ്ധരിക്കണമെങ്കിൽ ഇമാം ബുഖാരിക്ക് ചില നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിച്ചെങ്കിൽ മാത്രമേ സ്വഹീഹ് ബുഖാരിയിൽ ആ ഹദീസ് വരികയുള്ളൂ. ഇമാം മുസ്ലിമിന് വേറെ ചില നിബന്ധനയുണ്ട്, അത് പാലിച്ചെങ്കിലേ സ്വഹീഹ് മുസ്ലിമിന് വരികയുള്ളൂ. അതേ റാവിയിൽ നിന്ന് മറ്റു സ്ഥലത്ത് ഉദ്ധരിക്കപ്പെടാം. അവിടെ ഒരു പക്ഷേ ഈ അനഅനത്താണ് വന്നിട്ടുണ്ടാവുക, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് പറയും. ഈ റാവി മുദല്ലിസാണെങ്കിൽ മുദല്ലിസായ റാവി ഇത് ഞാൻ കേട്ടു, എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞാൽ സ്വീകാര്യമാണ്. അങ്ങനെ പറഞ്ഞത് മാത്രമേ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞത് മാത്രമേ ഇമാം മുസ്ലിം കൊടുത്തിട്ടുള്ളൂ, അല്ലാത്ത കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ വായിച്ചത് ഇമാം തൊബ്രാനി ഉദ്ധരിച്ചതാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ വായിച്ച ഹദീസ് ഇമാം തൊബ്രാനിയാണ് ഉദ്ധരിച്ചത്, അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടില്ല, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടില്ല, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടില്ല. അത് റാവിമാർ ഇവിടെ റാവിമാരായിട്ട് കൂടി ഈ റിവായത്ത് ഇമാം ബുഖാരി എടുത്തില്ല, ഇമാം മുസ്ലിം എടുത്തില്ല. അപ്പം എന്ത് മനസ്സിലായി? ഈ റാവിയെ കാണുമ്പോഴേക്ക് ഒക്കെ ശരിയായി എന്നുള്ളതല്ല. എന്നാൽ അതിന് പുറമെ സ്വഹീഹ് ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉദ്ധരിക്കപ്പെടണമെങ്കിൽ വേറെ ചില നിബന്ധനകൾ കൂടിയുണ്ട്. ആ നിബന്ധന പാലിക്കപ്പെടാത്ത കാലത്തോളം ഇമാം ബുഖാരി ഉദ്ധരിക്കാറില്ല. അതുകൊണ്ടാണ് യാ ഇബാദുൽ റിവായത്ത് ഇമാം ബുഖാരി കൊടുത്തില്ല, ഇമാം മുസ്ലിം കൊടുത്തില്ല. അന്നൊക്കെ ഹദീസ് ഉണ്ടല്ലോ, ഇമാം ബുഖാരിൻ്റെ കാലത്തുണ്ടല്ലോ, ഇബ്നു മുബാറക് അതേക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ, ഇമാം അഹമ്മദ് ചർച്ച ചെയ്തല്ലോ. ഇമാം അഹമ്മദാണ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി പരിശോധിച്ചാണ്. അപ്പോൾ ഇമാം ബുഖാരിക്ക് റിവായത്ത് അറിയാം, എന്നിട്ടും ഇമാം ബുഖാരി അത് കൊടുത്തില്ല. അപ്പം കൊടുക്കാനുള്ള യോഗ്യത ഇല്ല, അതുകൊണ്ട് കൊടുത്തില്ല. അതുകൊണ്ട് നമ്മളും സ്വീകരിക്കുന്നില്ല. കൊടുക്കാനുള്ള യോഗ്യത ഉണ്ട് പണ്ഡിതന്മാർ തീരുമാനിച്ചാലോ അവർ കൊടുക്കും, നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. സ്വഹീഹാണോ സ്വീകരിക്കാൻ ഒരു മടിയും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. സ്വഹീഹല്ലേ തള്ളിക്കളയാനും യാതൊരു മടിയുമില്ല. വല്ലാഹു അഅലം. അപ്പോൾ ബഹുമാന്യനായ യൂസുഫ് ഇസ്ലാം, അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഈ ഇത്തരം ദുർബലമായ ഹദീസുകൾ നമ്മളിപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത്?
അല്ലല്ലാത്തൊരു വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ? അതല്ലെങ്കിൽ റസൂറുള്ള പ്രയാസം വരുമ്പോൾ യാ റസൂറുള്ള എന്ന് വിളിക്കാനല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്തു ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഓതിയാൽ നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട്. അത് മതി നമുക്ക്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അവൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നവരെ ഉള്ള സമയത്തിനിടക്ക് നിർവഹിക്കേണ്ട ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വഹീഹായ പരമ്പരകളിലൂടെ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഒരു വിജനപ്രദേശമാണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും സ്വജനപ്രദേശമാണെങ്കിലും ഇനി കട്ടിലിൽ കിടക്കുകയാണെങ്കിലും സോഫയിൽ ഇരിക്കുകയാണെങ്കിലും വാഹനത്തിൽ പോകുകയാണെങ്കിലും വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിലും ആകാശത്തിന് മുകളിലാണെങ്കിലും അല്ലാ എന്ന് വിളിക്കുക. യാ റസൂലുള്ളാ എന്നല്ല, ജിന്നെ എന്നല്ല, മലക്കേ എന്നല്ല. ഇതാണ് ഒരു മുഅ്മിനിൻ്റെ അഖീദ. ഇത് മുത്തവാത്തിറായ ഖുർആൻ കൊണ്ട് മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇജ്മാഅ്. ഇതിൽ ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്കുള്ള തർക്കമല്ല. യൂസുഫ് മുസ്ലിയാർക്ക് ആ വിഷയത്തിൽ തർക്കം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഖുർആനും ഹദീസും മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാഇനും എതിരായിക്കൊണ്ട് വല്ല തെളിവുണ്ടാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനേക്കാളും പവർ അതിനുണ്ടാണല്ലോ. അപ്പോഴല്ലേ മുസ്ലിങ്ങൾക്ക് അത് ഹുജ്ജത്താവുള്ളൂ. ഇവിടെ ഈ പറയപ്പെട്ട സംഭവത്തിൽ ഒരു മനുഷ്യൻ വന്നു എന്നാണ് പറഞ്ഞത്. യൂസുഫ് മുസ്ലിയാർക്ക് അയാൾ അഡ്രസ്സ് ഏതായാലും അറിയില്ല, ലോകത്തൊരു ആൾക്കും അയാൾ അഡ്രസ്സ് അറിയില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അഡ്രസ്സുള്ള കുറേ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർ അഡ്രസ്സുള്ളവരാണ്. ഒരു റജുലല്ല, ഒരു അഡ്രസ്സുള്ള, ഇവിടെ ശ്രദ്ധിക്കുക, ഒരൊക്കെ അഡ്രസ്സുള്ളവരാണ്. ആ അഡ്രസ്സുള്ളവരുടെ പ്രാർത്ഥന അള്ളാഹിൻ്റെ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് എല്ലാവരും അഡ്രസ്സുള്ളവരാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മഴയില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ബുഖാരിയിലുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വന്നപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു. ഇത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം ഈ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യത്തെ പൊളിക്കാൻ വേണ്ടി നിങ്ങളൊരു തെളിവ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ തെളിവ് ഒന്നുകിൽ ഖുർആനേക്കാളും മേലാകണം, അല്ലെങ്കിൽ സഹാബത്തിനേക്കാളും സ്ഥിരപ്പെട്ട സംഭവത്തേക്കാളൊക്കെ വലിയതാകണം. അതൊന്നും അല്ലല്ലോ. ഒരു റജുൽ വന്നു. ഞാൻ ചോദിക്കും, നിങ്ങൾ മുസ്ലിയാരാണല്ലോ, ഉസൂലുൽ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ 5 നിബന്ധനകൾ നിങ്ങൾക്ക് അറിയാലോ. ആ 5 നിബന്ധനകളിൽ ആ ഹദീസിൽ പറയപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ ഹദീസിൻ്റെ അതിൻ്റെ സനദ് അത് അദാലത്തുള്ളതായിരിക്കണം, താമുള്ളബത്തായിരിക്കണം, ശുദൂദുകൾ ഉണ്ടാകാൻ പാടില്ല, ഇല്ലത്തുണ്ടാകാൻ പാടില്ല, ഇത്തിസാല സനദ് ഉണ്ടാകണം. ഇനി അതിൽ പറയപ്പെടുന്ന കാര്യമോ വിശുദ്ധ ഖുർആനിനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കോ വിരുദ്ധമായതാകാനും പാടില്ല. ഇതൊക്കെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി നിങ്ങൾ പറയുന്ന ഈ സംഭവത്തിൽ ഒരു റജുൽ വന്നു, ഇയാൾ ചെയ്ത പണി ഖുർആനെതിരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യങ്ങൾക്ക് കാലങ്ങളായ നിലവിലുള്ള കാര്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി നമുക്ക് തെളിവെടുക്കണമെങ്കിൽ ആ വ്യക്തി ആരാണ് എന്ന് വ്യക്തമായി നമുക്കറിഞ്ഞേ മതിയാകും. അത് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് മുസ്ലിമല്ല എന്ന്. അതിനെ വൈസമ്മയിലൂടെ ആയത്തോതിയത് ഇന്നക റസൂലുള്ളാഹ് എന്ന് മുനാഫിക്കുകൾ റസൂലുള്ളാഹിൻ്റെ സദസ്സിന് യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ട്, ജൂതന്മാർ വിളിക്കാറുണ്ട് ചിലപ്പോൾ. ഇനി ഒരു മുസ്ലിം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നാലും അയാൾ യാ റസൂലുള്ളാഹ് എന്നല്ല വിളിക്കുക. അതുകൊണ്ട് ആ വിളിച്ച വ്യക്തി ആര്? അപ്പം ഇനി മാലിക്കുദ്ദാർ ഖാസിനായിക്കോട്ടെ, എന്നാലും ഈ റജുല് തെളിയില്ലല്ലോ. മാലിക്കുദ്ദാർ പറഞ്ഞ ഖാസിനാന്ന് കുട്ടിക്കോളി, എന്നാലും ഈ വ്യക്തി ആര്?
ആ വ്യക്തി ആരാണെന്ന്, അയാളുടെ അഡ്രസ്സാണെന്ന്, അയാൾ ഒരു സിഖത്തായ മനുഷ്യനാണോ അല്ലേ? ഇനി മാത്രം അത് സ്വപ്നമാണല്ലോ, സ്വപ്നമല്ലേ? കാന്തപുരം മുസ്ലിയാർ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ ഇസ്ലാമിൽ തെളിവല്ല. അപ്പം ഇത് വളരെ വ്യക്തമായി. അതുകൊണ്ട് ബഹുമാനരായ യൂസുഫ് മുസ്ലിയാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മുഴുവൻ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോനോട് വിളിക്കാൻ നമുക്ക് തെളിവ് പരതേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണിൽ ഇങ്ങോട്ട് വന്ന് കുത്തും തെളിവ്. ഇത് നമ്മൾ അവിടെ മാന്തി ഇവിടെ മാന്തി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ കിതാബ് നോക്കി എത്ര പണിയാണ് ഈ ലൈഫ് ഹദീസൊക്കെ പഠിച്ച് പെട്ടി ഉണ്ടാക്കുക. നിങ്ങൾ ബുഖാരി എടുത്ത് നോക്കി, അള്ളാഹിൻ്റെ ഖുർആൻ എടുത്ത് നോക്കി, ഇഷ്ടംപോലെ തെളിവ് നിങ്ങൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കിട്ടും. എന്നാൽ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവില്ല, ഒരു തെളിവില്ല. ആ തെളിവില്ല എന്ന് അള്ള പറഞ്ഞതിന് എതിരായിട്ട് തെളിവുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മനുഷ്യർ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ആരൊക്കെ വരും റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക്? ആ വരുന്നവരൊക്കെ മുസ്ലിമീങ്ങളാണെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിൻ്റെ ബാക്കിൽ നിസ്കരിക്കുന്ന മുനാഫിക്കുകളില്ലേ, ആ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് വെച്ചല്ലേ ഇതേ ഉമർ റളിയല്ലാഹുവിനെ കുത്തിക്കൊന്നത്? അയാൾ മുസ്ലിമാണോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആ റസൂലുള്ളാഹിന്റെ പള്ളിക്കരികിൽ വെച്ചുകൊണ്ടല്ലേ കുത്തിക്കൊന്നത്? അവർ മുസ്ലിമീങ്ങളാണോ? അതുകൊണ്ട് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചതുകൊണ്ട് അയാളുടെ അഖീദ സ്ഥിരപ്പെടില്ല. അയാൾ ആരാണെന്ന് വ്യക്തമാകണം. ഇയാൾ മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല. ആ മുസ്ലിമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അയാളുടെ അഖീദ എന്താണ് നമുക്കറിയാലോ. പല പേഴ്ച കക്ഷികളുണ്ട്. ഇതൊക്കെ ഇപ്പം യൂസുഫ് മുസ്ലിയാർ തെളിവുകൊണ്ടിരുന്നത് എന്താ? ആ മനുഷ്യൻ വന്നു എന്നൊരു കഥ പറയാനല്ലല്ലോ. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ അടുത്ത് പോയി ചോദിക്കാനല്ലേ. നമ്മൾ പറയുന്നു ഈ കാലഘട്ടത്തിൽ ആര് ചോദിച്ചാലും അത് പച്ച ശിർക്കാണ്. അതിനല്ലേ നിങ്ങൾ തെളിവുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു റജുൽ വന്നു എന്ന് ബാലരമയിലെ കഥ പോലെ കഥ പറയാനല്ലല്ലോ. ആ കഥ അടിസ്ഥാനമില്ലാത്ത കഥ പ്രമാണമാക്കി കൊണ്ടുവരുന്ന എന്തിനാ? ഇന്ന് റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ അടുത്ത് പോയി അതിൽ ഇവിടുന്ന് യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാനല്ലേ. അത് നിങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. അത് നിങ്ങൾ യൂസുഫ് മുസ്ലിയാർ വിളിച്ചാലും കാന്തപുരം മുസ്ലിയാർ വിളിച്ചാലും ഇനി അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ആര് വിളിച്ചാലും അത് പച്ചയായ ശിർക്കാണ്. അതുകൊണ്ട് ശിർക്കിന് തെളിവുണ്ടാക്കി നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ ഖുർആനിൽ അള്ളാഹിനോട് ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോളി. വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും. ഇത് സംശയമുണ്ടോ? യൂസുഫ് മുസ്ലിയാർ നിങ്ങളുടെ റബ്ബൊന്നല്ലേ? നമ്മൾ രണ്ടാൾ റബ്ബൊന്നല്ലേ? വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ. ഇത് നമുക്ക് ഓതി തന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ നാവിലൂടെയാണ് വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനല്ല വിളിക്കേണ്ടത്, അള്ളാഹുവിനെ വിളിക്കുക. അതിനാണ് ഖുർആനിലുള്ള തെളിവ്. അതുകൊണ്ട് ആ റജുല് സ്ഥിരപ്പെടാത്തടത്തോളം കാലം ഈ മാലിക്കുദാർ നന്നായതുകൊണ്ട് കാര്യമില്ല. ആ റജുല് ആരാണ് അത് ലോകത്താരും അറിയപ്പെട്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് ഇനി അത് അറിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ അത് ശിർക്കന്നെ. അതുകൊണ്ട് ഞാൻ റജുല് നന്നായിട്ടും കാര്യമില്ല, നിങ്ങൾ വിളിച്ചാൽ അത് ശിർക്കന്നെ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കണം. പിന്നെ അത് സ്വപ്നമാണ് എന്ന് ആരോപിച്ച് നിങ്ങൾ 2-3 ആരോപണങ്ങളുണ്ട്. അത് മുഴുവനും സ്വപ്നമല്ല. അദ്ദേഹം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് ഇസ്തിസ്ഖില്ലാഹ ലി ഉമ്മതിക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സംഭവം സ്വപ്നമല്ല, അത് ഉണർവിലാണ്. പിന്നീട് അദ്ദേഹം സ്വപ്നം ഏതേ കാണുന്നുള്ളൂ. അദ്ദേഹം സ്വപ്നം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നീ ഉമറിനോട് പോയി ഈ വിഷയങ്ങളൊക്കെ പറയുകയും എൻ്റെ സലാം പറയുകയും ഈ വിഷയമാണ് സ്വപ്നം. അങ്ങനെ വീണ്ടും അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് പോയി അവതരിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അതും സ്വപ്നമല്ല. അപ്പോൾ സ്വപ്നം നട്ട് തള്ളരുത്. ഒരു മിനിറ്റ് 3 വിഷയങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ പറയാനുള്ളത്, നിങ്ങളിതൊക്കെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ ഉണ്ടാക്കുന്നതല്ല. മാലിക് സലഫി തന്നെ നേരത്തെ ഇവിടെ ഒരു ആയത്തോതി, വലാ തഖൂലു ലിമാ അൽസൽതകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ. ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഇവിടെ ഷിർക്കല്ലാത്ത ഒരു കാര്യത്തെ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തന്നെ അല്ലേ ഫൈസൽ മൗലവിനെ ഒരു പ്രാവശ്യം ഇസ്തിസ്ഖിലാവുമ്പത്തേക്ക് അത് ഷിർക്കല്ല പിന്നെ തവസ്സുലാണെന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ ഷിർക്കല്ലാത്തൊരു കാര്യം ഷിർക്കാണെന്ന് പറയുകയും ഷിർക്കായ ഒരു കാര്യത്തെ ഷിർക്കല്ല എന്ന് പറയലും വളരെ ഗുരുതരമായ ആരോപണം, അള്ളാഹുവിൻ്റെ ദീനെ മാറ്റിമറിക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഈ ഷിർക്ക് ആർക്ക് മനസ്സിലായിട്ടില്ല? പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടില്ല.
ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പോലും വഴി തെറ്റിയ സമയത്ത് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അള്ളാഹുവിൻ്റെ അടിമളെ എനിക്ക് വഴി കാണിച്ചു തരണേ. ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. യാ ഔസിയ മുഹിദ്ദീൻ എന്ന് ആവർത്തിച്ച് പറയും പോലെ യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്കിത് വഴിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഇത് ശിർക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് മനസ്സിലായിട്ടില്ല, ഇമാം നവവി റളിയല്ലാഹുവിന് മനസ്സിലായിട്ടില്ല, അവരുടെ ഉസ്താദിന് മനസ്സിലായിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും മനസ്സിലാകാത്ത ഒരു ശിർക്കിന് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കേണ്ട കേട്ടോ. അത് അള്ളാഹുവിലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. പിന്നൊന്ന് അദ്ദേഹം യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചിട്ടും അദ്ദേഹത്തെ മുസ്ലിമായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി യുദ്ധത്തിൽ ഒരു മുശ്രിക്കിനെ കൊല്ലാൻ വേണ്ടി പോയി. അദ്ദേഹം അടുത്തെത്തി എന്നെ വെട്ടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ആകെ ചുവന്ന് തുടുത്തു, വിവരണമായി. ഹല്ലാ ശഖഖത ഖൽബഹു, എന്തുകൊണ്ട് നീ അവൻ്റെ ഹൃദയം തുളച്ച് നോക്കിയിട്ടില്ല? എന്താ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ വിട്ടാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം നിർബന്ധിതനായിക്കൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയാണ് നബിയെ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതല്ല ഷഹാദത്ത് കലിമ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊന്നത്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഒരാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചാൽ നിങ്ങൾ എന്തിനാ അവനെ കൊല്ലാൻ പോയി? അവനെ മുസ്ലിം അല്ല എന്ന് നിങ്ങൾക്ക് വിധിക്കാൻ ആരനുവാദം തന്നു? അപ്പോൾ അദ്ദേഹം മുസ്ലിമാണ്. എന്നപോലെ തന്നെ ഇവിടെയും യാ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിരിക്കൂല. ഇങ്ങനെ തൊള്ളി തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മഹാന്മാരെ എന്ന് മാത്രമല്ല, അത് സ്വഹാബിയാണ് വന്നതെന്ന് നമ്മളെ ഇവിടുത്തെ സമസ്ത പണ്ഡിതന്മാരല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പറഞ്ഞ് ആ വന്നത് സ്വഹാബിയായിരുന്നു. പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ ബാക്കി പറഞ്ഞു. നിങ്ങൾ കേൾക്കി, സ്വസ്ഥമായി കേൾക്കി. ആ യുദ്ധത്തിൽ ലായിലാഹ പറഞ്ഞപ്പോൾ വെട്ടിപ്പ നബി ആക്ഷേപിച്ചു. കാരണം അവിടെ പറഞ്ഞ ആളറിയാം, ഇവിടെ പറഞ്ഞ ആളറിയില്ല. ഇതാരാ ആള്? കൽബ് കീറി നോക്കുന്ന ആളെ കാണണ്ടേ? ആളില്ല, ഇല്ലാത്ത ആളെ കൽബ് ഇങ്ങനെ കീറുക, അവിടെയാണ് വിഷയം. രണ്ട് സ്വപ്നമുണ്ട് ഇതിന്. ഒരു ഭാഗം പകുതി സ്വപ്നം, 70% സ്വപ്നം, 30% ഉണർച്ചയില്ല. അതിനൊക്കെ ആളെ കിട്ടുമെങ്കിലേ. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഉണർച്ച വന്നു പറഞ്ഞെങ്കിലും ആദ്യം ആളെ കണ്ട് ആരാണ് സ്വപ്നം കണ്ടത്, ആരാ വന്നത്? ഒരാളുമില്ല, അങ്ങനെ ആൾ വന്നിട്ടുമില്ല. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇമാം അഹ്മദ് അഹമ്മദ് ഒരിക്കലും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ടില്ല, യാ മുഹിദ്ദീനും വിളിച്ചിട്ടില്ല, ജിന്നേനും വിളിച്ചിട്ടില്ല. അപ്പോൾ അയിമ കൂട്ടിപ്പെട്ടാൻ പറ്റില്ല. ഇമാം അഹമ്മദ് ശിർക്ക് മനസ്സിലായ ആളാണ്, തൗഹീദ് മനസ്സിലാക്കിയ ആളാണ്. ഇമാം അഹ്ലുസുന്നയുടെ ഇമാമാണ് ഇമാം അഹ്മദ്. അദ്ദേഹം വിളിച്ചത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അടിമകളെ വഴി കാണിച്ചു തരണേ. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ, റോഡ് മാറി. അപ്പം പിന്നെ ഈ ഗൂഗിൾ മാപ്പുള്ളതുകൊണ്ട് ആവശ്യമില്ല. അല്ലെങ്കിൽ പറയാം, അവർ കടയിൽ പോയി ചോദിക്കാം, വഴി കാണിച്ചു തരുമോ, വഴി പറഞ്ഞു തരുമോ? ഇമാം അഹ്മദ് ആരും കാണുന്നില്ല. യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അള്ളാഹിൻ്റെ അടിമകളെ വഴി അറിയിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ വഴിയിലേക്ക് എത്തി, അത്രേ ഉള്ളൂ. അവിടെ യാ ശൈഖ് മുഹിദ്ദീൻ വിളിച്ചിട്ടില്ല, യാ റസൂലുള്ളാഹ് വിളിച്ചിട്ടില്ല. ഇമാം അഹ്മദ് മരിച്ചുപോയ ഒരാളെയും വിളിച്ചിട്ടില്ല, ഒരു മഹാനെയും വിളിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തെ തൗഹീദ് ശിർക്ക് മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ അവിടെ നിന്നാൽ മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചത് ആരാന്നറിയില്ല, ഒരു റജുല്. ഇനിയിപ്പോൾ അദ്ദേഹം അവസാനമായി ഇപ്പം ആരോപണം പറഞ്ഞത് ഖബറിൽ വന്ന ആൾ ബിലാൽ ബിൻ ഹാരിസ് ആണ് എന്ന് ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടില്ല. ഇമാം അസ്ഖലാനി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമാം അസ്ഖലാനി എന്നല്ല, ആ മുഹദ്ദിസീങ്ങളായ അഇമ്മത്തുകളായ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖബറിൽ വന്ന ആൾ ബിലാൽ ബിൻ ഹാരിസ് പറഞ്ഞിട്ടില്ല, ബിലാൽ ബിൻ ഹാരിസ് ഖബറിൽ വന്നു എന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്നും ഇവിടുന്നും കട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഏച്ചുകൂട്ടി തെളിവുണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാണി സലഫി പറഞ്ഞപ്പോൾ അതൊക്കെ നിർത്തിവെച്ചിട്ട് യാ അള്ളാഹ് എന്ന് വിളിച്ചാൽ ഇതൊന്നും ആവശ്യമില്ലല്ലോ. യാ അള്ളാഹ് എന്ന് വിളിക്കാൻ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഇഷ്ടംപോലെ തെളിവുണ്ട്. അത് അംഗീകരിച്ച് യാ അള്ളാഹ് എന്ന് വിളിച്ചാൽ പോലെ, അതിനപ്പുറത്തേക്ക് എന്തിനു പോകണം? അപ്പം ഷിർക്കിനെ ഷിർക്കല്ലാതാക്കുന്നില്ല, ഷിർക്കല്ലാത്ത ഷിർക്ക് ആക്കുന്നുമില്ല. അതാക്കുന്നൊരു വേറെ ഉണ്ട്, ഞങ്ങളെ പെട്ടതല്ല. 2012 വരെ ഷിർക്കല്ല, 12 മുതൽ പിന്നെ ഷിർക്കായി. അത് ഓരോട് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് എന്നും ഒരേ കാര്യമാണ്. ആദനബിയുടെ കാലത്ത് ഷിർക്കായത് ഖിയാമത്ത് വരെ ഷിർക്കാണ്, ആദനബിയുടെ കാലത്ത് തൗഹീദായത് ഖിയാമത്ത് വരെ തൗഹീദാണ്. വ്യക്തികൾക്കൊരു പക്ഷേ മാറ്റം വന്നേക്കാം, അല്ലാതെ പ്രസ്ഥാനം ഒന്നിച്ച് നയം മാറ്റുക എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടല്ല. അങ്ങനെ മാറ്റലൊക്കെ പിന്നെ ഒരു അഡ്രസ്സ് ഇല്ലാതെ പോയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് ബാധകമല്ല. എന്താണെങ്കിലും ശരി, നമ്മളിങ്ങനെ ഇടങ്ങാറായി പ്രയാസപ്പെട്ട് ഇനിയിപ്പോൾ റജുൽ ആരാണ്, മാലിക് ദാർ ആരാണ് എന്നൊന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ടൊന്നും അള്ളാഹു ഇല്ലാത്തവരെ വിളിച്ചു തേടാൻ, മരിച്ചവരെ വിളിക്കാൻ, മഹാന്മാരെ വിളിക്കാൻ, ഇസ്തിഗാസ ചെയ്യാൻ യാതൊരു തെളിവും നമുക്കതിന് ലഭ്യമല്ല എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.